അഞ്ചാം ക്ലാസ്സിലെ മാത്സിൻ്റെ 4ാമത്തെ ചാപ്റ്ററായ ഡിവിഷൻ മെത്തേഡ് എന്ന പാഠത്തിൻ്റെ പേജ് നമ്പർ 50-ലെ കുറേ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം വളരെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ക്ലാസ് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 0 ഓൺ ഡിവിഷൻ ബൈ 2? അതിൻ്റെ തന്നെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആൻഡ് ദോസ് ദാറ്റ് ലീവ് റിമൈൻഡർ 1. ഒന്നുകൂടെ വായിക്കാം. വാട്ട് ആർ ദ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 0 ഓൺ ഡിവിഷൻ ബൈ 2 ആൻഡ് ദോസ് ദാറ്റ് ലീവ് റിമൈൻഡർ 1. അതായത് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്ന നമ്പേഴ്സ് ഏതാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സ് ഏതാണെന്നാണ് ചോദ്യം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, റിമൈൻഡർ 0 വരുന്ന 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആയിരിക്കണം അല്ലേ? അപ്പോൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതാ? 2, 4, 6, 8 എക്സെട്ര അല്ലേ? അപ്പം 2വിൻ്റെ മൾട്ടിപ്പിൾസ് ഈവൻ നമ്പേഴ്സ് എല്ലാം നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നാ? ഫസ്റ്റ് ക്വസ്റ്റ്യന് 2 പാർട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന റിമൈൻഡർ 0 വരുന്നത് ഓൾ ഈവൻ നമ്പേഴ്സ്, അതായത് 2, 4, 6, 8, 10, 12 എക്സെട്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. അതിനകത്ത് ബി ഓപ്ഷൻ റിമൈൻഡർ 1 വരുന്നത്. അപ്പോൾ നമുക്കറിയാം, എല്ലാ ഓഡ് നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരും. 3നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3ൽ ഒരു 2 അല്ലേ ഉള്ളൂ, അപ്പോൾ റിമൈൻഡർ 1. അതുപോലെ 5 വെച്ച് ചെയ്യുമ്പോഴും റിമൈൻഡർ 1. 5ന് 2 വെച്ച് ചെയ്യുമ്പോഴാണ് റിമൈൻഡർ 1. 7ന് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിൽ റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സാണ് ഓൾ ഓഡ് നമ്പേഴ്സ്, അതായത് 1, 3, 5, 7, 9 എക്സെട്ര. ഇനി നമ്മൾ പഠിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ പോസിബിൾ റിമൈൻഡേഴ്സ് ഓൺ ഡിവൈഡിംഗ് എ നമ്പർ ബൈ 3? റൈറ്റ് ദ പാറ്റേൺ ഓഫ് നമ്പേഴ്സ് ലീവിംഗ് ദ സെയിം റിമൈൻഡർ ഫോർ ഈച്ച് ഓഫ് ദിസ്. വാട്ട് ആർ ദ പോസിബിൾ റിമൈൻഡേഴ്സ് ഓൺ ഡിവൈഡിംഗ് എ നമ്പർ ബൈ 3? അതായത് 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ്? 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള റിമൈൻഡേഴ്സ് ഏതാണ്? 3നെ 3 വെച്ച് ചെയ്യുമ്പോൾ 1, 3, 3 റിമൈൻഡർ ഏത് വരും? 0. അടുത്തത് 4നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെയും 1, 3 ആണ്, റിമൈൻഡർ 1 വരും. അതുപോലെ 3നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0, 4നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1, 5നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2. പിന്നെയുള്ള നമ്പർ ഏതാ? 6നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ പഴയ പോലെ തന്നെ റിമൈൻഡർ 0 വരും. അപ്പോൾ ഏത് നമ്പറിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള റിമൈൻഡേഴ്സ് ഏതൊക്കെയാ? ആൻസർ 0, 1, 2 ഈ 3 വരുന്നത്. അപ്പോൾ റിമൈൻഡർ 0 വരുന്നതിന്റെ പാറ്റേൺ എഴുതാനും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? റൈറ്റ് ദ പാറ്റേൺ ഓഫ് നമ്പേഴ്സ് ലീവിംഗ് ദ സെയിം റിമൈൻഡർ ഫോർ ഈച്ച് ഓഫ് ദിസ്. റിമൈൻഡർ 0 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? അതായത് 3യുടെ മൾട്ടിപ്പിൾ എല്ലാം റിമൈൻഡർ 0 വരും. 3 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാ റിമൈൻഡർ 0 വരുന്നത്? 3, 6, 9, 12, 15 എക്സെട്ര. അടുത്ത റിമൈൻഡർ 1 വരുന്നതോ? 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്നത് 4, 7, 10, 13 എക്സെട്ര. ഇതെല്ലാം ഇനി അതുപോലെ റിമൈൻഡർ 2 വന്നാലോ? 5, 8, 11, 14. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് ചെയ്ത് നോക്കിയാൽ മതിയേ. 3, 6, 9 എല്ലാം നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് റിമൈൻഡർ 0 വരും. ഇനി 4, 3യുടെ തൊട്ടടുത്ത നമ്പറിലെ 4, അതുപോലെ 6 കഴിഞ്ഞിട്ടുള്ള നമ്പറിലെ 7, 9 കഴിഞ്ഞിട്ട് 3യുടെ മൾട്ടിപ്പിളിനോടെല്ലാം 1 കൂടി വരുന്ന നമ്പറെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 1 കിട്ടും. ഇനി അതിനോട് 2 കൂട്ടി വരുന്ന നമ്പറാണ് 5, 8, 11, 14. അപ്പോൾ നമുക്ക് റിമൈൻഡർ 2 കിട്ടും. അപ്പോൾ ഏത് നമ്പറിനെയും 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് 3 വരത്തുള്ളൂ, 0, 1, 2. ഓക്കെ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, സി ദ വേ നമ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ബിലോ. അവിടെ 4 റോയിലായിട്ട് കുറേ നമ്പേഴ്സ് തരുന്നുണ്ട് അല്ലേ? 4 റോയും ഉണ്ട്, 5 കോളം ഉണ്ട്. അപ്പം ഒന്നാമത്തെ റോയിൽ 0, 1, 2, 3, 4. രണ്ടാമത്തെ റോയിൽ 5, 6, 7, 8, 9. തേർഡ് റോയിൽ 10, 11, 12, 13, 14. അടുത്ത റോയിലോ 15, 16, 17, 18, 19. ഇനി നമ്മൾ
ഇതിനകത്ത് തന്നെ 5 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട്, ഈസ് ദെയർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ ക്വസ്റ്റ്യൻസ് ഓൺ ഡിവൈഡിംഗ് ദ നമ്പേഴ്സ് ഇൻ എനി വൺ റോ ബൈ 5 ആൻഡ് ദ റിമൈൻഡേഴ്സ്. ഏതെങ്കിലും റോയിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഷ്യൻസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, റിമൈൻഡേഴ്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഫസ്റ്റ് റോ എടുക്കാം. ഫസ്റ്റ് റോയിൽ നമ്പേഴ്സ് ഏതൊക്കെയാ? 0, 1, 2, 3, 4. ഇതിന് ഈ ഫസ്റ്റ് റോയിലെ ഏത് നമ്പറിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്താലും നമുക്ക് കോഷ്യൻസ് ഏത് തന്നെ കിട്ടും? 0 കിട്ടും. ഇതെല്ലാം 5നേക്കാളും ചെറിയ നമ്പേഴ്സ് അല്ലേ? അപ്പൊ 5 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് കോഷ്യൻസ് ഏത് കിട്ടും? 0 കിട്ടും. റിമൈൻഡേഴ്സോ? റിമൈൻഡേഴ്സ് 0, 1, 2, 3, 4 കിട്ടും. ഇനി നോക്കിയേ, ഫസ്റ്റ് കോളം നോക്കിക്കേ. ഫസ്റ്റ് കോളം ഏതാ? 0, 5, 10, 15. അവിടെ കോഷ്യൻസ് 0യിൽ നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് ഏത് കിട്ടും? 0 കിട്ടും. 5നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 10നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻസ് 2 കിട്ടും. 15നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. ഇവിടെ എല്ലാം നമുക്ക് റിമൈൻഡർ ഏത് തന്നെ കിട്ടുന്നേ? 0 ആയി കിട്ടുന്നല്ലേ? അപ്പൊ ഫസ്റ്റ് കോളത്തിന് നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്നുണ്ട്. അതുപോലെ ഫസ്റ്റ് റോയിൽ 0നെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0. ബാക്കി എല്ലായിടത്തും തന്നെ 5ന്റെ ഡിവിസിബിളാ വരുന്നത്. 5നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോഴെല്ലാം നമുക്ക് റിമൈൻഡർ 0 വരും. അപ്പം ഇവിടെ ചോദിച്ചിട്ടുണ്ട് റിമൈൻഡേഴ്സും കോഷ്യൻസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ റോയിൽ നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻസ് ഏത് കിട്ടും? 0 കിട്ടും. സെക്കൻഡ് റോയിൽ എല്ലാ നമ്പറിനെ 5, 6, 7, 8, 9 അവിടെ എല്ലാം ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻസ് 1 കിട്ടും. തേർഡ് റോയിൽ കോഷ്യൻസ് 2 കിട്ടും. ഫോർത്ത് റോയിലോ കോഷ്യൻസ് 3 കിട്ടും. അല്ല നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. ഒന്നാമത്തെ റോയിൽ 0നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ എല്ലാം കോഷ്യൻ നമുക്ക് 0 കിട്ടും. സെക്കൻഡ് റോയിൽ 5, 6, 7, 8, 9 5 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യന്റ് 1 കിട്ടുന്നത്. 10, 11, 12 അവിടെ എല്ലാം നമുക്ക് കോഷ്യന്റ് 2 കിട്ടും. 15, 16, 17, 18, 19 എല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻസ് 3 കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചേക്കുവാണ് ബാക്കി എല്ലായിടത്തും റിമൈൻഡേഴ്സ് നമുക്ക് ഏത് കിട്ടും? കോഷ്യൻസ് നമ്മൾ പറഞ്ഞു, റിമൈൻഡേഴ്സ് നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നല്ലേ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വെച്ചേക്കുക. വാട്ട് ഇഫ് ദ നമ്പർ ഇൻ എനി വൺ കോളം ആർ ഡിവൈഡഡ് ബൈ 5? ഈ ഒന്നാമത്തെ കോളത്തിനെ നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വാട്ട് ഇഫ് നമ്പേഴ്സ് ഇൻ എനി വൺ കോളം ആർ ഡിവൈഡഡ് ബൈ 5? അതായത് ഒന്നാമത്തെ കോളത്തിന് നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡറും ക്വസ്റ്റ്യനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചേക്കുന്നത്. അതായത് റിമൈൻഡർ എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും അല്ലേ? ഒന്നാമത്തെ കോളത്തിൽ നോക്കിയേ, റിമൈൻഡർ ഫസ്റ്റ് കോളത്തിൽ എല്ലായിടത്തും 0 ആണ്. രണ്ടാമത്തെ കോളത്തിലോ റിമൈൻഡർ എല്ലായിടത്തും 1 ആയിരിക്കും. മൂന്നാമത്തെ കോളത്തിൽ റിമൈൻഡർ 2 ആയിരിക്കും. നാലാമത്തെ കോളത്തിൽ റിമൈൻഡർ 3 ആയിരിക്കും. ലാസ്റ്റ് കോളത്തിൽ റിമൈൻഡർ 4 ആയിരിക്കും. അപ്പൊ നമുക്ക് അവിടെ എന്നാന്ന് എഴുതാം? വെൻ ഡിവൈഡിംഗ് numbers in the same column by 5, the remainder is equal and the quotient is 0, 1, 2, 3, 4. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ഓഫ് ദ 10th റോ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, അതായത് 10ാമത്തെ റോയിൽ വരുന്ന ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും ഏതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കിവിടെ 1, 2, 3, 4 റോയെ തന്നിട്ടുള്ളൂ. 10ാമത്തെ റോ നമുക്കിവിടെ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് 10ാമത്തെ റോ നമ്മൾ ഒന്ന് എഴുതി നോക്കണം അല്ലേ? 10ാമത്തെ റോ നമ്മൾ എഴുതി നോക്കുന്നത് എന്നാണ് വരുന്നത്? ഇവിടെ നോക്കിയേ, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നമ്പർ 0 സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നമ്പർ 5, അതായത് 1 രണ്ടാമത്തെ റോയിൽ 1 into 5 വന്നേക്കുന്നു. തേർഡ് റോയിൽ 2 into 5 ആണ് വന്നേക്കുന്നത്. ഫോർത്ത് റോയിൽ 3 into 5 ആണ് വന്നേക്കുന്നത്. അപ്പം 10ാമത്തെ റോയിൽ ഏതായിരിക്കും വരുന്നേ? 9 into 5 ആയിരിക്കുമല്ലോ. ഒന്ന് കുറഞ്ഞല്ലേ എല്ലായിടത്തും വരുന്നേ. ഒന്നാമത്തെ റോയിൽ 0 വന്നു. രണ്ടാമത്തെ റോയിലാണ് 1 into 5 വന്നേക്കുന്നത്. മൂന്നാമത്തെ റോയിലോ 2 into 5 വന്നേക്കുക. നാലാമത്തെ റോയിൽ 3 into 5 വന്നേക്കുക. അപ്പൊ 10th റോയിൽ നമുക്ക് ഒന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് 9 into 5 ആയിരിക്കുമല്ലോ. 9 into 5 ഏതെന്ന് കിട്ടും? 45 കിട്ടും. ഇനി ലാസ്റ്റ് നമ്പർ കിട്ടാൻ എന്നാ ചെയ്യുന്നേ? ആദ്യത്തെ നമ്പറിനോട് എത്ര കൂട്ടുമ്പോഴാണ് ലാസ്റ്റ് നമ്പർ കിട്ടുന്നേ?
ഇവിടെ ഫസ്റ്റ് റോയിൽ നമുക്ക് 0 + 4 = 4. സെക്കൻഡ് റോയിൽ 5 + 4 = ആണ് 9 വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് 10th റോയിൽ നമുക്ക് അവിടെ ഫസ്റ്റ് നമ്പർ കിട്ടി 45. 45നോട് 4 ആഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏത് വരും? 49 വരും. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ ഫോർത്ത് നമ്പർ ഇൻ ദ 12th റോ? 4ാമത്തെ നമ്പർ ഏതാണ്? 12th റോയില് 4th നമ്പറാണ് ചോദിച്ചേക്കണേ. അപ്പൊ 12th റോയിൽ ആദ്യത്തെ നമ്പർ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. 12th റോയിലെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 11 × 5 ആയിരിക്കുമല്ലോ. അപ്പൊ 55 ആണല്ലോ 11 × 5. 11 × 5 55. അപ്പൊ ഫോർത്ത് നമ്പർ കിട്ടാൻ വേണ്ടി നോക്കിയേ. 0യോട് എത്ര കൂട്ടുമ്പോഴാണ് 3 കിട്ടുന്നത്? 3 കൂട്ടും അല്ലെ. സെക്കൻഡ് റോയിൽ 5നോട് 3 കൂട്ടുമ്പോഴാണ് 8 കിട്ടുന്നത്. അപ്പൊ നമ്മുടെ 55നോട് 3 കൂട്ടുമ്പോൾ നമുക്ക് ഏത് കിട്ടും? ഫോർത്ത് നമ്പർ എന്ന് പറയുന്നത് 58 കിട്ടും. 58. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് കോളം ആൻഡ് റോ ഡസ് ദ നമ്പർ 123 ബിലോങ്സ് ടു? ഏത് റോയിലാണ് 123 വരുന്നത്? 123 എന്ന നമ്പർ ഏത് കോളത്തിലാണ് വരുന്നത്? അപ്പൊ നമുക്കറിയാം 12 × 5 60 ആണല്ലോ. അപ്പൊ നമുക്കറിയാം 24 × 5 ഏത് വരും? 120 വരും അല്ലെ. 24 × 5 എന്ന് പറയുന്നത് 24 × 5 വരുന്നത് 25th റോയിലല്ലേ. അപ്പം നമുക്ക് അതിന്റെ ആൻസർ എന്നാ വരും? 123 ബിലോങ്സ് ടു 5th റോ എന്ന് വരും.